എഫ്രത്തിന്റെ ഹോംവർക്കാണ്. ടിറ്റോ ഫ്രാൻസിസിന്റെ മോളാണ് എഫ്രത്ത്. കണ്ട, ടിറ്റോ എന്ന് പറയുന്നത് കളറിസ്റ്റാണ്, DIയുടെ ഉസ്താദ്. അപ്പൊ ദേ മോള് കളറിങ് ചെയ്യുന്നു. ഇനി ഇതിൽ കൂടുതൽ എന്താ വേണ്ടത്? ടിറ്റോ കുണ്ടന്നൂരുള്ളതാണ്, നമ്മുടെയൊക്കെ ഒരു ഫാമിലി ഫ്രണ്ടാണ്. നമ്മുടെയൊക്കെ വർക്കുകൾ കുറെ ചെയ്തിട്ടുള്ളതാണ്. ഏറ്റവും അവസാനം ടിറ്റോ കളർ ചെയ്തൊരു സിനിമയാണ് കോലാഹലം അല്ലേ, റഷീദ് പറമ്പിലിന്റെ കോലാഹലം. പിന്നെ ഇപ്പം കഴിഞ്ഞത് റഷീദ് ഷിഹാബ് ഓങ്ങല്ലൂര് ക്യാമറ ചെയ്തിട്ടുള്ള IDFKയിലെ സ്പെഷ്യൽ ജൂറി വന്നിട്ടുള്ള റെക്ക ഡാൻസ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളർ ചെയ്തിട്ടുണ്ടല്ലേ. IDFK സെലക്ട് ആയത് അത് സ്പെഷ്യൽ ജൂറി ക്യാമറമാനാ തോന്നുന്നു, സ്പെഷ്യൽ ജൂറി അവാർഡ് കിട്ടുന്നുണ്ട്. അത് ഫുൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. അത് കുറച്ച് ടാസ്ക് ആണ് ചെയ്യാൻ, നല്ല ബുദ്ധിമുട്ടാണ്. കളർ നോർമൽ കളർ ചെയ്യുന്ന പോലെ അല്ല ബ്ലാക്ക് ആൻഡ് വൈറ്റ്. അത് ഓൾറെഡി ഷൂട്ട് ചെയ്തത് ബ്ലാക്ക് ആൻഡ് വൈറ്റില്ല, അത് പല പല വേരിയന്റ് ബ്ലാക്ക് ആൻഡ് വൈറ്റ്, കോൺട്രാസ്റ്റ് കൂടിയതും കുറഞ്ഞതൊക്കെ. അതിന് ബാലൻസ് ഡോക്യുമെന്ററി ഫിക്ഷൻ മൂവി പോലെ ഡോക്യുമെന്ററി എന്നും പറയാം. അത് ഭയങ്കര ലൈഫ് തരുന്ന ഒരു സംഭവം. ശരിക്കും ഒരു 10 വർഷം 2004 മുതല് ഈ ഫീൽഡിലുണ്ട്. 2004 മുതല് ചേതനയില്ല. ഞാന് സൈബറിലാണ്, സൈബർ ബസ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ ആദ്യം ഈ എഡിറ്റിംഗ് സെക്ഷൻ പഠിച്ചത്. കളറിങ് ഞാൻ വേറെ പഠിച്ചെടുക്കുക ചെയ്തത് സെൽഫായിട്ട്. അത് കഴിഞ്ഞിട്ട് 2004 തൊട്ട് ഞാൻ ഈ ഫീൽഡിലുണ്ട്. 2018 ശേഷമാണ് കളറിങ്ങിലോട്ട് മാത്രം മാറിയത്. 18 കഴിയുമ്പോഴേക്കും ഡാവിഞ്ചി റിസോൾവ് സോഫ്റ്റ്വെയറിലോട്ട് മാറി. അതുവരെ പ്രീമിയർ അങ്ങനത്തെ സോഫ്റ്റ്വെയറിലൊക്കെ കളർ ചെയ്തിരുന്നത്. കൊച്ചു പ്രേമനൊക്കെ ചെയ്ത് പ്രീമിയറിലാണ്. അതില് സൗണ്ട് സൗണ്ട് മിക്സിംഗും ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അവാർഡ് കിട്ടിയിരുന്നു. പിന്നെ എഡിറ്റിംഗിന് വേറെ അവാർഡ്, കളറിങ്ങിന് ഇല്ലിത്തള്ള വന്നത് റഷീദ് പറമ്പിൽ. അത് 2000 അതാണ് ഡാവിഞ്ചിയിൽ കയറിയിട്ട്
ഫസ്റ്റ് കളർ ചെയ്തത് നമ്മള് ഭരത് പി ജാനി അവാർഡിലേക്ക് വരുന്നതിന് വന്നതാണ്. KB വേണുക്കെയാണ് അന്ന് സെലക്ട് ചെയ്തത്. നല്ല പിന്നെ 2000 ശേഷം പിന്നെ ഇത് തന്നെയാണ് ഡാമേജ് തന്നെയാണ്. പിന്നെ ഒരു ആക്സിഡന്റ് കൊറോണ പീരീഡിലാണ് ഏറ്റവും കൂടുതൽ നമുക്ക് വേണ്ടി വർക്ക് ചെയ്തത്. പിന്നെ ആക്സിഡന്റ് പറ്റി കിടപ്പിലായതിനു ശേഷം ഉണ്ടായിട്ടുള്ള ടൈമില് ഒരുപാട് ക്രൈസിസ് ടൈമില്. അത് മാത്രമല്ല നമുക്ക് വേണ്ടി 14 വർക്ക് ചെയ്തിട്ടുണ്ട്. എല്ലാം ആക്ടിങ്, ഡോക്യുമെന്ററി, പ്രഭാഷണം, ഇവന്റെ മ്യൂസിക് ആൽബം, തിയോന്റെ, അങ്ങനെ ഒരുപാട്. ഇപ്പോ ഇന്റർനാഷണൽ ലെവലിലുള്ള വർക്കുകൾ ഫീൽഡ് ഇപ്പോ ഒരുപാട് UK അല്ലേ, ഓസ്ട്രേലിയ, അതിനിടയിൽ പൂന, ഡൽഹി, അങ്ങനെ കുറെ കണക്ഷൻസ് സ്വസ്ഥമായിട്ട് വീട്ടിലിരുന്ന് ചെയ്യാം. ആ ഒരു ടേസ്റ്റ് മനസ്സിലാക്കി വരുന്ന ആൾക്കാര് അതെ ചെയ്യണം. എന്തായാലും നമുക്ക് ഇങ്ങനെ ആലോചിച്ചാൽ മതി. കൊറോണ ക്രൈസിസ് കഴിഞ്ഞെങ്കിലും 2025 ആകുമ്പോഴേക്കും ലൈവായി. മൊത്തം എല്ലാം ലൈവായി. നാടകവും സിനിമയും ഒക്കെ കഴിഞ്ഞ 2-3 കൊല്ലം കൊണ്ട് അത്രയും വെറുതെ ഇരിക്കുന്ന, കാരണം ആ ടൈമിൽ വെറുതെ ഇരിക്കുന്ന ഒരുപാട് പേര് ഈ ഇൻഡസ്ട്രിയിലോട്ട് മാറി. വീഡിയോ, അങ്ങനത്തെ നാടകം, അങ്ങനത്തെ കാര്യങ്ങൾ ചെറിയ ചെറിയ വീഡിയോസ് അന്ന് തന്നെ ചെയ്തു. പിന്നെ ഒരുപാട് എനിക്ക് തോന്നുന്നു പെയിന്റേഴ്സ് ഒരുപാട് വീട്ടിൽ ഏറ്റവും കൂടുതൽ ഇത് ഇങ്ങനെ ഒരു യൂട്യൂബ് എന്നുള്ള സംവിധാനം വന്നപ്പോ തന്നെ പലർക്കും കളറിങ് എന്നുള്ള സംഭവം അറിയില്ല. പിന്നെ ഈ വർക്കുകളൊക്കെ അവരിത് ചെയ്യുന്നതുകൊണ്ട് അത് കാണുകയാണല്ലോ. അങ്ങനെ ഈ കളറിങ് എന്ന് പറഞ്ഞ മേഖലയെ പറ്റി ആൾക്കാർ അറിയാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ അത് ആ ഒരു മേഖല അറിഞ്ഞുകൊണ്ട് തന്നെ ഒരുപാട് കളറിസ്റ്റുകൾ ക്ലിക്കായിട്ടുണ്ട്. എബിൻ ഫിലിപ്പ്, ഒത്തിരി പേര് ഫീൽഡിൽ രംഗത്തെത്തി. മാത്രല്ല ഈ ഡ്രീമി ആയിട്ടുള്ള സീനുകളും നമ്മൾ റോ ആയിട്ട് എടുക്കുന്ന റിയലിസ്റ്റിക് സീൻ പോലും കളർ ചെയ്ത് വരുമ്പോൾ എങ്ങനെ വേണമെങ്കിൽ കൺവേർട്ട് ചെയ്ത് വേറെ ഫാന്റസി മൂഡിലേക്ക് എങ്ങനെ വേണമെങ്കിൽ മാറ്റാൻ പറ്റും. ഇപ്പത്തെ ഫിലിംസിൽ തന്നെ സ്പെഷ്യൽ ഇഫക്ട്സ് എങ്ങനെയാണ് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ അതിഗംഭീരമായിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ടിറ്റോ ഫ്രാൻസിസിന്റെ വീട്ടിലൊരു ചെറിയ സന്ദർശനമാണെന്ന് അപ്രതീക്ഷിതമായിട്ട് ഈ വഴിക്ക് വന്നതാണ്. അപ്പോഴാണ് മോളിങ്ങനെ കളർ ചെയ്യുന്നു എന്നുള്ളത് കണ്ടപ്പോൾ അവൾക്കിപ്പോൾ ഈ അടുത്തൊരു അവാർഡും കിട്ടി പെയിന്റിങ്ങിന്. ആ ഡ്രോയിങ്സ് എടുത്താൻ, ആ ബുക്ക് എടുത്തേ. ഗ്രീൻ എഫ്രത്ത് എപ്പോഴും മൊബൈലിൽ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നതാ. ഇത് സർട്ടിഫിക്കറ്റ്സ് കിട്ടിയതാണ്. എഫ്രത്ത് ടിറ്റോ പെൻസിൽ. അതൊക്കെ കൃത്യമായിട്ട് അതിൻ്റെ റീസൺ കറക്റ്റായിട്ട് ഇങ്ങനെയാണ് നിൽക്കുന്നത്. ആർട്ടിൻ്റെയും കളറിങ്ങിൻ്റെയും അല്ല, എല്ലാം കൂടിയുള്ളൊരു കുടുംബം. വൈഫും എഡിറ്റിംഗ് ഉണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഇന്ന് ഇങ്ങനെ വന്നു എന്നേ ഉള്ളൂ. ഓൺ ദ വേയിൽ ഇങ്ങനെ കയറിയതാണ്. അപ്പോൾ അവൻ്റെ സോഫ്റ്റ്വെയർ സിസ്റ്റം റൂം ഇതാണ്, പുള്ളിയുടെ എഡിറ്റിംഗ് റൂം. എല്ലാം ഉണ്ട് ഇവിടെ. എന്താ ഫുൾ ഇതിനകത്ത് ഇരുന്നിട്ട് ഞാൻ തന്നെ എത്രയോ വർക്കുകൾ ചെയ്തിരിക്കുന്നു. ഞാനല്ല ലൈറ്റ്. ഇതാണ് പുള്ളിയുടെ മുറി. ഇരുന്നിട്ടാണ് ഈ ഷോർട്ട് ഫിലിം, ഡോക്യുമെൻ്ററി, സിനിമകളൊക്കെ കളർ ചെയ്ത് കൊടുക്കുന്നത്. ഞാനിവിടെ ഒരുപാട് വർക്കുകൾ ചെയ്തിട്ടുണ്ട്, ടിയോൻ്റെ ആൽബംസും. അപ്പോൾ എന്തായാലും ഇന്ന് ടിറ്റോ ഫ്രാൻസിസിൻ്റെ സന്ദർശനം വളരെ ക്രിയേറ്റീവ് എനർജി തരുന്നു. വീടിൻ്റെ ഒരു ആംബിയൻസ് ആണിത്. സൈലൻ്റ് ആയിട്ടുള്ള സ്ഥലം, പൂക്കളൊക്കെ ഉണ്ട്. ഇത് ഈ വഴി ഇതിങ്ങനെ വരുന്ന വഴി എന്ന് പറയുന്നത് കുണ്ടന്നൂർ പെട്രോൾ ബങ്കിൻ്റെ അവിടെ നിന്ന് റൈറ്റ് മുകളിലേക്കൊരു വഴിയുണ്ട്. പെട്രോൾ ബങ്ക് എത്തുന്നതിൻ്റെ തൊട്ട് ഇപ്പുറം, കുണ്ടന്നൂരിൽ നിന്ന് സെൻറ്ററിൽ നിന്ന് മുന്നോട്ട് പോകുമ്പോൾ ഒരു പെട്രോൾ ബങ്ക്, അവിടെ നിന്ന് റൈറ്റ് ആ പെട്രോൾ ബങ്ക് എത്തുന്നതിന് തൊട്ടിപ്പുറത്ത് വടക്കോട്ടൊരു വഴി കയറി പോകും. ആ വഴി കയറി വന്ന് ഇങ്ങനെ തിരിഞ്ഞ് റൈറ്റ് എടുത്ത് വന്നാൽ അതിങ്ങനെ വന്ന് ഇവിടെ വന്ന് നിൽക്കും. ഇവിടെ വന്ന് ഇതാണ് ടിറ്റോൻ്റെ വീട്. അപ്പോൾ അങ്ങനെയാണ് ടിറ്റോ ഫ്രാൻസിസ് 2000 മുതൽ ഈ ഫീൽഡിലുണ്ട്. എഡിറ്റിങ്,
സൗണ്ട് മിക്സിങ്, കളറിങ്. 2015 മുതൽ ഫുള്ളായിട്ട് കളറിങ്ങിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു. DI. ഇപ്പോൾ എല്ലാ ഫിലിംസും DIയുടെ ഒരു കാലമാണ്. ഓക്കെ, താങ്ക് യു വെരി മച്ച്. തിയോടിയുണ്ട്, ടീച്ചറുണ്ട്, എഫറത്തുണ്ട്, ലിലീസനുണ്ട്. ലിലീസൻ നല്ല ഉറക്കത്തിലാണ്. ലിലീസനിൽ വന്ന് നിർത്താൻ നോക്കി.